ഹലോ ഫ്രണ്ട്സ്, കേക്കൻ ജെക്സിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നും വളരെ യൂസ്ഫുൾ ആയിട്ട് ടിപ്പുകൾ കളക്ട് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്. ഇനി നമുക്ക് എത്ര അഴുക്ക് പിടിച്ച ചവിട്ടികളാണെങ്കിലും നിഷ്പ്രയാസം നമുക്ക് സോപ്പ് പൊടിയോ ഒന്നും വേണ്ടാതെ തന്നെ കഴുകിയെടുക്കാൻ പറ്റും. അതുപോലെ നല്ല നല്ല കുറച്ച് കിച്ചൺ ടിപ്സുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നേരെ വീഡിയോയിലേക്ക് പോകാം. ഇനി വീട്ടമ്മമാർ ഇനി ഇങ്ങനെ ചെയ്യത്തുള്ളൂ. അപ്പൊ എല്ലാവരും കണ്ടു നോക്കൂ. ഫസ്റ്റ് ടിപ്പ്, നമുക്ക് വെളുത്തുള്ളിയൊക്കെ ഒത്തിരി ഉണ്ടെങ്കിൽ ഇങ്ങനെ അടർത്തിയെടുക്കാൻ നമുക്ക് വളരെ പ്രയാസമായിരിക്കും അല്ലേ. ചിലർ ഇടികല്ലും കൊണ്ട് അതിന് മുകളിലൊന്നും തട്ടി കൊടുക്കുമ്പോഴത്തേക്കും നമുക്ക് ഇത് അടർത്തിയെടുക്കാൻ പറ്റും. പക്ഷേങ്കിൽ അതിൽ ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് ഈ ഒരു സാധനം ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് എത്ര വെളുത്തുള്ളിയാണെങ്കിലും അടർത്തിയെടുക്കാനും പറ്റും. അതുപോലെ തന്നെ തൊലി കളഞ്ഞെടുക്കാനും പറ്റും. അതിനായിട്ട് ഒരു കത്രിക എടുത്തിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് കുത്തി കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ആ വെളുത്തുള്ളി എല്ലാം തൊലി ഒടിച്ചെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് അടർത്തിയിടണമെങ്കിൽ സിമ്പിളായിട്ട് ഇത് അടർത്തിയെടുക്കാനും പറ്റും കേട്ടോ. അപ്പോൾ ഇതുകൊണ്ട് ജസ്റ്റ് ഇതേ രീതിയിലൊന്ന് കുത്തി കൊടുത്താൽ മാത്രം മതി കേട്ടോ. അപ്പോൾ ഈ രീതിയിലൊന്ന് കുത്തി കൊടുക്കുമ്പോൾ തന്നെ പെട്ടെന്ന് അത് അടർന്ന് വരുന്നതായിരിക്കും. ഇനി അതിനായിട്ട് കത്തിയൊന്നും എടുക്കേണ്ട, നമ്മുടെ കയ്യും കളയേണ്ട, ജസ്റ്റ് ഇതുപോലെ നടത്തിയെടുത്താൽ മാത്രം മതി കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം. ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യണം. ഇങ്ങനെ ആരെങ്കിലും ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അങ്ങനെ വെളുത്തുള്ളിയെല്ലാം ഞാനൊന്ന് ഇങ്ങനെ അടത്തിയെടുത്തിട്ടുണ്ട്. നമുക്കിപ്പോൾ നോയമ്പുകാരൊക്കെ അല്ലേ വരുന്നത്. അപ്പം നമുക്ക് നോയമ്പിലൊക്കെ വെളുത്തുള്ളിയും ഇഞ്ചിയും ഒക്കെ നമുക്ക് ഇതുപോലെ അരച്ച് വെക്കേണ്ട, ഒരു പേസ്റ്റാക്കി വെക്കണം. അപ്പോൾ എളുപ്പത്തിൽ സിമ്പിളായിട്ട് ഇതിൻ്റെ തൊലിയെല്ലാം നമുക്ക് കളയാൻ പറ്റും. ഒന്ന് കൈ കൊണ്ട് ഞെവിടി ഇങ്ങനെ അടത്തിയിട്ട് ഞെവിടി എടുക്കുകയാണെങ്കിൽ വെളുത്തുള്ളിയെല്ലാം സിമ്പിളായിട്ട് തൊലി കളഞ്ഞെടുക്കാനും പറ്റും കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ. ഇനി അടുത്ത ടിപ്പിലേക്ക് പോവാം. പിന്നെ ഒരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കുറച്ച് റോസ് വാട്ടറാണ് ഒഴിച്ച് കൊടുക്കുന്നത് കേട്ടോ. ഇത് വളരെ യൂസ്ഫുൾ ആയിട്ട് ടിപ്പാണിത്. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കേണ്ടത് തന്നെയാണ് കേട്ടോ. നമുക്ക് പീരീഡ്സ് ഒക്കെ ആയിരിക്കുന്ന സമയങ്ങളിലൊക്കെ നമുക്ക് ഭയങ്കര ചൊറിച്ചിലും കാര്യങ്ങളും എല്ലാം ഉണ്ടാകും. ഈ തൊലി പോവുകയും തുടയിലെ തൊലിയൊക്കെ പോവുകയും ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. കാര്യം നമ്മുടെ പാടൊക്കെ ഉപയോഗിക്കുന്നവർക്കൊക്കെ വളരെ ഭയങ്കര ചൊറിച്ചിൽ കാര്യങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇത് ഇങ്ങനെയൊക്കെ ആകുമ്പോഴത്തേക്ക് ചൊറിച്ചിലൊക്കെ ഉണ്ടാകുമ്പോഴത്തേക്ക് പാടൊക്കെ യൂസ് ചെയ്യുന്നവർ ഇത് നമുക്ക് ഇതേ രീതിയിലൊന്ന് യൂസ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ടാണ് കേട്ടോ. നമുക്ക് ആദ്യമേ റോസ് വാട്ടർ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിലേക്ക് പച്ചമഞ്ഞളിൻ്റെ പൊടിയാണ് കേട്ടോ. പച്ചമഞ്ഞളുണ്ടെങ്കിൽ അരച്ചെടുക്കുന്നതാണ് നല്ലത്. ഇതൊന്ന് തേക്കുക. ഇത് നമുക്ക് നല്ലപോലെ നമ്മുടെ ഈ പൊട്ടിയെടുത്തും ഒക്കെ നമ്മൾ തേക്കുവാണെങ്കിൽ ഈ റോസ് വാട്ടർ ആയത് കാരണം നല്ലപോലെ അബ്സോർവ് ആകും. പെട്ടെന്ന് തന്നെ ചൊറിച്ചിൽ മാറുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ ഓയിൽമെൻ്റ് ഒന്നും പറ്റാതെ തന്നെ നമുക്ക് ഈ വീട്ടിൽ ഇങ്ങനെ തന്നെ ചെയ്യുവാണെങ്കിൽ ചൊറിച്ചിലും ഒക്കെ മാറുന്നതായിരിക്കും. ചൊറിച്ചിലോ ഒരു ഇറിറ്റേഷനോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാകത്തില്ല. അപ്പോൾ ചെയ്ത് നോക്കണേ. അപ്പോൾ ഇനി അടുത്ത ടിപ്പിലേക്ക് പോകാം. ഇവിടെ ഒരു ബൗൾ ഞാൻ എടുത്തിട്ടുണ്ട്. ആ ബൗളിലേക്ക് കുറച്ച് നമ്മുടെ വീട്ടിൽ എന്താണ് നിങ്ങൾക്ക് ഉപയോഗിക്കാം, ലൈസോൾ വേണേൽ എടുക്കാം. ഞാൻ ഇപ്പോൾ ഡെറ്റോളാണ് എടുത്തിരിക്കുന്നത്. കുറച്ച് ഡെറ്റോൾ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വിനാഗിരി, ഒരു 1/4 കപ്പോളം വിനാഗിരി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് നമുക്ക് മെയിനായിട്ട് ഒഴിച്ച് കൊടുക്കുന്നത് ചെറു ചൂടുവെള്ളമാണ് ഒഴിച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ ഈ ചെറു ചൂടുവെള്ളം കൂടെ ഒഴിച്ച് കൊടുത്ത് മിക്സ് ചെയ്തിട്ട് ഇത് നമുക്ക് നമ്മുടെ ബാത്റൂമിൽ ഉപയോഗിക്കാം. കാര്യം നമ്മൾ ബാത്റൂമൊക്കെ ഡെയിലി യൂസ് ചെയ്യുന്നവരല്ലേ. അപ്പോൾ നമ്മൾ കുളിക്കുമ്പോഴൊക്കെ ആണെങ്കിലും വെള്ളമൊക്കെ ഈ ഒരു ഹോൾ കണ്ടില്ലേ, ഇതിലേക്ക് പോയി കഴിയുമ്പോൾ കെട്ടി നിൽക്കാനും മുടിയും അങ്ങനെ വേസ്റ്റൊക്കെ ഉണ്ടെങ്കിൽ ഇതിൻ്റെ ഇടയിൽ പോയിട്ട് കെട്ടി നിന്നിട്ട് ഭയങ്കര ബാഡ് സ്മെല്ലുണ്ടാവും അല്ലേ. അപ്പോൾ ഈ വേസ്റ്റ് എല്ലാം ഈ നമ്മൾ കുളിക്കുന്ന സോപ്പിൻ്റെ പത നമ്മുടെ തുണി അലക്കാണ്, അതിൻ്റെ ചെറിയ എല്ലാം ഇതിനകത്ത് പോയിട്ട് ഇതിന് ഭയങ്കര സ്മെല്ലൊക്കെ ഉണ്ടാകാൻ, അത് ബ്ലോക്ക് ആകാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു സൊല്യൂഷൻ ഇതിലേക്ക് ഈ ചൂടോടുകൂടി തന്നെ ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ ആ ഒരു സ്മെല്ല് പോകുന്നതും അതിൻ്റെ അത് വെള്ളം കെട്ടി കിടപ്പുണ്ടെങ്കിൽ എല്ലാം പോയി നല്ലപോലെ ക്ലീൻ ചെയ്യുന്നതുമാണ് കേട്ടോ. നമ്മളിനായിട്ട് പ്ലംബറെ ഒന്നും വിളിച്ച് ബുദ്ധിമുട്ടിക്കേണ്ട കാര്യമില്ല. നമ്മുടെ കയ്യിലെ കാശും പോകത്തില്ല, നമുക്കും ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാകത്തില്ല. സൂപ്പറാണ്. അതുപോലെ തന്നെ ബാത്റൂമൊക്കെ നല്ലപോലെ ക്ലീൻ ചെയ്തതിന് ശേഷം അതിൻ്റെ ഉള്ളിലേക്ക് ഇതുപോലെ ഒരു സൊല്യൂഷൻ തയ്യാറാക്കി ഒഴിച്ചിടുവാണെങ്കിൽ ഒരു ബാഡ് സ്മെൽ എല്ലാം പോയി നല്ല ഫ്രഷ് ആയിട്ട് തന്നെ കിടക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണേ. ഇനി അടുത്ത ടിപ്പിലേക്ക് പോകാം. ഇപ്പോൾ ഒരു ബൗളിലേക്ക് ഞാൻ കുറച്ച് അലോവേര ജെല്ലാണ് എടുത്തിരിക്കുന്നത്. കറ്റാർവാഴയുടെ ജെല്ലാണ്. ഫ്രഷ് ആയിട്ട് ഉള്ളത് എടുക്കേണ്ട കേട്ടോ. ഇത് നമുക്ക് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന വൈറ്റ് കളറിലാണെങ്കിൽ ഏത് കളറാണെങ്കിലും കുഴപ്പമില്ല, അതെടുക്കുക. അപ്പോൾ ഈ ഒരു പാത്രത്തിൽ കുറച്ചേ ഉള്ളായിരുന്നു. അതിൻ്റെ കൂടെ ഞാൻ കുറച്ചും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നമ്മുടെ അങ്ങാടി കടയിൽ തന്നെ മേടിക്കുന്നതാണ് ഈ ജെല്ല് കേട്ടോ. എന്നിട്ട് നമുക്ക് അതിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുക. അപ്പോൾ 1 ടീസ്പൂണുള്ള മാത്രമേ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് നമുക്ക് ഒഴിച്ച് കൊടുക്കേണ്ടത് നമ്മുടെ ബീട്രൂട്ടിൻ്റെ ജ്യൂസാണ് കേട്ടോ. നല്ലൊരു എഫക്റ്റ് തരുന്ന, നല്ല മുഖമൊക്കെ നല്ല വെട്ടി വെളുക്കാനും അതുപോലെ തന്നെ നല്ല പളപള മിന്നാനും നല്ല ഗ്ലോ ആയിട്ട് നല്ല സ്കിന്നായിട്ടിരിക്കുന്ന കണ്ണാടി പോലത്തെ സ്കിന്നെന്നൊക്കെ പറയുമല്ലോ, ആ ഒരു സ്കിന്ന് പോലെ ആകാനൊക്കെ വളരെ നല്ലൊരു സൂപ്പറാണ് ഇത് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇത് ചെയ്ത് നോക്കണം. ഇത് രാവിലെ ഒന്നുമല്ല നമ്മൾ യൂസ് ചെയ്യേണ്ട, രാത്രി കിടക്കുന്നതിന് മുമ്പ് മുഖമൊക്കെ നല്ലപോലെ ഇത് കഴിയതിന് ശേഷം ഒരു ടവൽ കൊണ്ടൊന്ന് ഒപ്പിയെടുക്കുക. അതിനുശേഷം ഇത് പുരട്ടിയിട്ട്
നൈറ്റ് കിടക്കുക, രാവിലെ കഴുകിക്കളയുക. എന്നും ഡെയിലിയിൽ നിങ്ങൾ കിടക്കുന്ന മുമ്പ് ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ മുഖമൊക്കെ നല്ല വെളുവിളാന്ന് വെളുക്കുകയും ചെയ്യും, നല്ല ഭംഗിയായിരിക്കും മുഖം കാണാൻ കേട്ടോ. അപ്പോൾ ഈ നമ്മുടെ മുഖമൊക്കെ ടാണൊക്കെ അടിച്ച് കണ്ണിൻ്റെ അടിയൊക്കെ കറുത്തൊക്കെ ഇരിക്കുമല്ലേ. അപ്പോൾ നമ്മൾ ഈ അലോവേര ജെല്ല് ഇതേ രീതിയിൽ നമ്മുടെ ഈ ബീട്രൂട്ടിൻ്റെ ജ്യൂസോ പൊടിയോ ഉണ്ടെങ്കിൽ മിക്സ് ചെയ്താൽ മതി കേട്ടോ. എന്നിട്ട് അതിലേക്ക് 1 ടീസ്പൂണ് നമ്മുടെ റോസ് വാട്ടറും കൂടെ ഒഴിച്ച് മിക്സ് ചെയ്യുക. അതിനുശേഷം ഇത് നല്ലപോലെ ഇങ്ങനെ പതപ്പിച്ചെടുക്കുക. അതിനുശേഷം ഞാൻ ആ ബൗളിൽ തന്നെയാണ്, തീർന്ന അലോവേര ജെല്ലിൻ്റെ ബൗളിൽ തന്നെ ഞാൻ ഇട്ട് വെക്കുന്നുണ്ട് കേട്ടോ. ഇത് നമുക്ക് സ്റ്റോറേജ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല, നമുക്ക് വെളിയിൽ തന്നെ സൂക്ഷിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, നല്ല റിസൾട്ടാണ് കേട്ടോ. മുഖമൊക്കെ നല്ല വെളുക്കും. മുഖം മാത്രമല്ല, ഇപ്പം നമുക്ക് 40 വയസ്സ് കഴിയുമ്പോൾ ഒരു മുഖമെല്ലാം ചുളിവ് വരാനും അതുപോലെ കയ്യിലൊക്കെ ചുളിവ്, നമ്മൾ ഡെയിലി സോപ്പൊക്കെ ഉപയോഗിക്കുന്നവരുടെ കൈയൊക്കെ നല്ല കൈകളൊക്കെ പന്ന കൈകളായിട്ട് മാറുകയൊക്കെ ചെയ്യും കേട്ടോ. സോപ്പൊക്കെ ഒരുപാട് പൊട്ടിയും അത് കൈ പിന്നെ ചുളിവും മീനൊക്കെ പോകും. അപ്പം നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ കൈയും അതുപോലെ മുഖമൊക്കെ നല്ലപോലെ വൃത്തിക്ക് നമുക്ക് സൂക്ഷിക്കാൻ പറ്റുകയും നല്ല വെളുത്ത് തന്നെ ഇരിക്കുകയും ചെയ്യും കേട്ടോ. അപ്പം നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അതുപോലെ തന്നെ ഈ കറ്റാർവാഴ ജെല്ല് രാവിലെ നമ്മൾ മുഖത്ത് അപ്ലൈ ചെയ്യുകയേ ചെയ്യരുത് കേട്ടോ. കറ്റാർവാഴ ജെല്ല് നമ്മൾ മുഖത്ത് രാവിലെ അല്ല ഉപയോഗിക്കേണ്ടത്, വൈകുന്നേരം രാത്രിയിൽ നമ്മൾ കിടക്കുന്ന മുമ്പ് മുഖം കഴുകിയതിന് ശേഷം കറ്റാർവാഴ അങ്ങനെയല്ല തന്നെ ഉപയോഗിക്കുകയാണ്. കറ്റാർവാഴ അന്നപ്പോഴേ രാത്രി മാത്രം ഉപയോഗിക്കാൻ പാടുള്ളൂ, രാവിലെ ഉപയോഗിക്കരുത്. എന്നിട്ട് നമ്മുടെ കണ്ടില്ലേ, നമ്മുടെ കൈയൊക്കെ നല്ല വെളുത്ത് കിട്ടും കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ക്രീം ഉണ്ടാക്കാൻ സിമ്പിളാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം. ബാക്കി വന്ന് നമുക്ക് നമ്മുടെ ജ്യൂസ് ഉണ്ടല്ലോ, ബീട്രൂട്ടിൻ്റെ ജ്യൂസ് ഇതുപോലെ സ്പ്രേ ബോട്ടിലാക്കിയിട്ട് നമ്മുടെ മുഖത്ത് നമ്മൾ ടോണറായിട്ട് ഉപയോഗിക്കാൻ പറ്റും. കഞ്ഞിവെള്ളം റൈസ് വാട്ടറിൻ്റെ ഇതില്ലേ, അതുപോലെ തന്നെ കഞ്ഞിവെള്ളത്തിലെടുത്തിട്ട് ഇങ്ങനെ ചെയ്യുവാണെങ്കിലും നല്ല റിസൾട്ടാണ്. പിന്നെ ഇത് ഒത്തിരി ഉപയോഗമുണ്ട്. നമ്മുടെ മുഖത്തിന് നല്ലതാണ്, നമ്മുടെ തലമുടിക്ക് നല്ലതാണ്. രാവിലെ കുളിക്കുന്നതിന് മുമ്പ് മുടിയിലേക്ക് സ്പ്രേ ചെയ്തതിന് ശേഷം ഒരു കുളിക്കാൻ നേരത്ത് തലമുടി കഴുകി കളഞ്ഞാൽ മതി. മുടിയൊക്കെ നല്ലപോലെ കിളുക്കാനും അതുപോലെ തന്നെ വൈറ്റ് കളർ മുടിയെല്ലാം നല്ല ഡാർക്ക് ഷെയ്ഡിലേക്ക് വരാനും ഒക്കെ സഹായിക്കുന്നതാണ് ബീട്രൂട്ട്. അതുപോലെ തന്നെ മുഖമൊക്കെ നല്ല ഗ്ലോ ആയിട്ടിരിക്കാനും ഒക്കെ സഹായിക്കുന്നതാണ്. അപ്പോൾ ഇത് നമുക്ക് സ്പ്രേ ബോട്ടിലാക്കിയിട്ട് തലയിലും മുഖത്തും ഒക്കെ സ്പ്രേ ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് ചെയ്ത് നോക്കണേ. അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടും നമ്മുടെ ഫാമിലിയിലൊന്ന് ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. പിന്നെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് വെച്ചേക്കണേ, എന്നാലേ ഞാൻ ഇടുന്ന വീഡിയോസിന് എല്ലാം നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ കേട്ടോ. ഇനി അടുത്ത ടിപ്പ്, നമ്മുടെ വീട്ടിൽ എന്തോരം ചവിട്ടികളുണ്ടല്ലേ. ഇപ്പം നമുക്ക് നോയമ്പ് സമയത്ത് ക്ലീനിങ് ആണ് എല്ലാ വീടുകളിലും അല്ലേ. അപ്പം നമ്മൾ ക്ലീൻ ചെയ്യുന്ന കൂടെ ചവിട്ടികളും എല്ലാവരും കഴുകാറുണ്ട്. ഇപ്പോൾ ഒരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ തന്നെ എന്തോരം ചവിട്ടികൾ വേണമെങ്കിൽ നമുക്ക് കഴുകിയെടുക്കാം. അതിന് സോപ്പ് പൊടിയോ ഒന്നും വേണ്ട, ബേക്കിംഗ് സോഡ വേണ്ട, വിനാഗിരി വേണ്ട, ഒന്നും വേണ്ട. ഈ ഒരു സാധനം മാത്രം മതി. കാര്യം ഒരുപാട് ചെളി പിടിച്ച് ചവിട്ടിയിൽ ഭയങ്കര ബാഡ് സ്മെല്ലും കാണും അല്ലേ. അപ്പോൾ ഇത് കളയാൻ വേണ്ടിയിട്ട് പിന്നെ ഒരു ചവിട്ടി എടുത്തിട്ടുള്ളൂ. ഇതിലേക്ക് ഇട്ട് കൊടുക്കണം നമ്മുടെ കല്ലുപ്പാണ്. ഒരുപാട് തുണി ഇതുണ്ടെങ്കിൽ ചവിട്ടി ഉണ്ടെങ്കിൽ നിങ്ങൾ ബക്കറ്റിൽ കുറച്ച് വെള്ളത്തിൽ ഇത് മുക്കി വെക്കുക. എന്നിട്ട് അതിലേക്ക് കല്ലുപ്പ് കൂടി ഇട്ട് മുക്കി അവിടെ വെച്ചേക്കുക. 5 മിനിറ്റ് കഴിയുമ്പോൾ അലക്കിയെടുക്കുക. ഇത്രേ ഉള്ളൂ. അപ്പോൾ സോപ്പ് പൊടിയുടെ ഒന്നും ആവശ്യമില്ല. നല്ല വെളുത്ത് കിട്ടുകയും ചെയ്യും, ബാഡ് സ്മെല്ല് പോവുകയും ചെയ്യും, അണുക്കളൊക്കെ ഉണ്ടെങ്കിൽ ചത്തു പോകും കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് കല്ലുപ്പിട്ട് ഒന്ന് ഇതുപോലെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതുപോലെ തൂകിയിടുക. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചതിന് ശേഷം കുതിർത്ത് ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട. അതിനുശേഷം ഇത് 5 മിനിറ്റ് കഴിയുമ്പോൾ ബ്രഷ് വെച്ച് അലക്കലും വേണ്ട, വാഷിംഗ് മെഷീനും വേണ്ട, ഒന്നും വേണ്ട. നമ്മുടെ കൈക്കൊന്നും ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല, കൈയും വേദനിക്കത്തില്ല, നടുവ് ഒടിയത്തില്ല. ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ആ ബ്രഷ് കൊണ്ടൊന്ന് ഒഴിച്ച് കൊടുക്കുക. അതിന് ശേഷം ഇതുപോലെ ഒന്ന് കഴുകിയെടുക്കുക. അപ്പോൾ നിങ്ങൾ ബക്കറ്റിൽ കാണിക്കുക, എൻ്റെ ചെളി ഇളകിയത് ഫുള്ള് ഒരുപാട് ചെളി ഇതിലുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ചെളികൾ നിങ്ങളെ കാണിച്ചു തരാം. ഫുള്ള് ചെളി പോയിട്ടുണ്ട്, നല്ല വെളുത്തും കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ചവിട്ടി അലക്കലൊന്നും കൊണ്ട് അലക്കാതെ തന്നെ ആ ബ്രഷ് കൊണ്ടൊന്ന് ഉരച്ച് കൊടുത്തു. അപ്പോൾ ചെറിയ ബ്രഷ് ഉണ്ടെങ്കിൽ ചെറിയ ബ്രഷ് കൊണ്ട് ഉരച്ച് കൊടുത്താലും മതി കേട്ടോ. കല്ലുപ്പ് വളരെ നല്ലതാണ് ബാത്റൂം ക്ലീനിങ്ങിന്, വീട്ടിലെല്ലാ കാര്യങ്ങൾക്കും കല്ലുപ്പ് വളരെ നല്ലതാണ്. കല്ലുപ്പില്ലാത്തവർ ഇപ്പം തന്നെ മേടിച്ച് വെക്കും, അത്രയ്ക്ക് നല്ല റിസൾട്ടാണ് കല്ലുപ്പ്. അപ്പോൾ ഇത് കണ്ടില്ല, വെള്ളത്തിൻ്റെ കളർ കണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ട് സോപ്പ് ഒരു തുള്ളി പോലും ചേർത്തിട്ടില്ലായിരുന്നു കേട്ടോ. ഒന്ന് കഴുകി എടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് നല്ല വെയിലത്തിട്ട് നമ്മുടെ ചവിട്ടികൾ ഉണക്കിയെടുക്കുക. എന്നാലും അതിൻ്റെ അകത്തുള്ള അണുക്കളൊക്കെ ചത്തു പോകത്തുള്ളൂ, നല്ല റിസൾട്ട് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇത് കണ്ടില്ലേ, ഞാൻ ഫുള്ള് നല്ലപോലെ ഒന്ന് കഴുകി എടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് നല്ലപോലെ വെയിലത്തിട്ട് ഒന്ന് ഉണക്കിയെടുക്കാം. ഇപ്പോൾ നമ്മൾ കൈ കൊണ്ട് തന്നെ ഇങ്ങനെ എടുക്കുമ്പോൾ തന്നെ ആ ചെളിയെല്ലാം പോയി നല്ലപോലെ ക്ലീനായി കിട്ടുന്നതാണ്. അപ്പോൾ ഒരുപാട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ചെറിയ ബക്കറ്റിലായിട്ടാക്കിയിട്ട് കുറച്ച് കല്ലുപ്പിട്ട് വെക്കുക. അതിന് ശേഷം കഴുകിയെടുക്കുക. അലക്കോ ഒന്നും ചെയ്യേണ്ടത് ആ കുട്ടികൾക്കാണ് ചെയ്യാവുന്നുള്ളൂ. ഒരുപാട് ബുദ്ധിമുട്ടോ പ്രയാസം ഒന്നും കൂടാതെ തന്നെ വാഷിംഗ് മെഷീനിൽ പോലും ഇടണ്ട കേട്ടോ. പിന്നെ നല്ല വെയിലത്ത് കൊണ്ടിട്ടിട്ടുണ്ട് കേട്ടോ. നല്ല സൂപ്പറായിട്ട് വെളുത്തിട്ട് കൊണ്ട് നല്ല വെയിലത്ത് കൊണ്ടുവച്ചിട്ട് ഒന്ന് നമ്മൾ നല്ലപോലെ ഉണക്കിയെടുക്കുകയാണെങ്കിൽ നല്ല വൃത്തിക്ക് നല്ല ക്ലീനായിട്ട് എന്തോരം ചവിട്ടി വേണമെങ്കിൽ കല്ലുപ്പ് കൊണ്ട് നമുക്ക് കഴുകിയെടുക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ അടിപൊളി ടിപ്പുകളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.